സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ. ഓർക്കപ്പുറത്ത് കിട്ടിയ ഭാഗ്യനിമിഷങ്ങളിൽ ഉല്ലാസത്തിന്റെ ഉത്സവത്തിനായി അവരെത്തി. ഇന്ത്യയിൽ നിന്ന് ഒത്തിരി സ്നേഹത്തോടെ. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ. സ്വപ്നത്തിൽ നിന്ന് സ്വർഗത്തിലെത്തിയ പ്രതീതിയായിരുന്നു പലർക്കും. വർഷങ്ങളായി കാത്തുവെച്ച പ്രണയം കരകവിഞ്ഞൊഴുകിയപ്പോൾ പലരുടെയും കണ്ണുകൾ ഈറനണഞ്ഞു. പിന്നീടത് ചിരിയും പൊട്ടിച്ചിരിയുമായി. ഒടുവിൽ നാട്ടുവിശേഷങ്ങളുടെ പെരുമഴയും. ആദ്യ വിമാനയാത്രയുടെ ആവേശത്തിൽ മറ്റു ചിലർ. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറണമെന്ന്. അത് സാധിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞ അപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ദുബായി കൊണ്ടുപോകാൻ. പക്ഷെ ഇപ്പോഴാണ് അവസരം കിട്ടിയത്. അതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ബർദുബായിലെ താമസ സ്ഥലത്ത് അല്പം വിശ്രമിച്ചപ്പോഴേക്കും ഉസ്താദ് ഹോട്ടലിൽ നിന്ന് വിളിയെത്തി. വിഭവസമൃദ്ധമായ സദ്യയോടെ തുടക്കം. ഉണ്ടും ഊട്ടിയും സ്നേഹത്തിന്റെ രുചി പകരുകയായിരുന്നു ദമ്പതികൾ. ഇത്ര പെട്ടെന്ന് ദുബായിലെത്തിയോ എന്ന വിസ്മയത്തിലായിരുന്നു പലരും. വാഗ്ദാനങ്ങൾ കേട്ട് മടുത്ത ഭാര്യമാരെ വിശ്വസിപ്പിക്കാൻ ഭർത്താക്കന്മാർക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നു. ഞാൻ അയച്ച് സെക്കൻഡുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ റേഡിയോ മാങ്ങിയെന്ന് എനിക്ക് വിളി വരുന്നു. ഞാൻ അങ്ങ് ഇതായിപ്പോയി, സ്റ്റക്കായിപ്പോയി. പെട്ടെന്ന് സെക്കൻഡുള്ള പോലും ആവുന്നില്ല. കറക്റ്റ് ആ ഞായറാഴ്ചയുടെ അന്ന് അടുത്ത വിളി വരുന്നു. എന്ത് സന്തോഷമായിരുന്നു അറിയാം. എന്നിട്ട് ഇയാളെ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് ഇയാൾ പറഞ്ഞു, ഞാൻ ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട്. 5-8 മെസ്സേജ് അയച്ചു. അപ്പോൾ ഒരു വിളി വന്നു. പിന്നെ നെക്സ്റ്റ് സൺഡേയിൽ സെലക്ട് ആയി. പിന്നെ അവള് വിളിച്ചു പറഞ്ഞു. പിന്നെ നല്ല സന്തോഷമായി. പിന്നെ എന്നെ റെക്കോർഡാക്കിയിട്ട് എനിക്ക് അയച്ചു തന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, നീ വിശ്വസിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഇത് റെക്കോർഡാക്കിയിട്ട് അയക്കുന്നതെന്ന് പറഞ്ഞു. ആദ്യ യാത്ര ബുർജ് ഖലീഫയിലേക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിൽ നിന്ന് ദുബായിയെ നോക്കിക്കാണുകയായിരുന്നു ദൗത്യം. വന്ന ദിവസം തന്നെ ലോക റെക്കോർഡ് കാണാൻ കഴിഞ്ഞ അപൂർവം ദമ്പതികൾ. ലോകത്തിന്റെ നെറുകിലേക്കുള്ള യാത്രയിലുടനീളം വിസ്മയങ്ങൾ. ാം നിലയിൽ ദമ്പതികൾക്ക് പ്രണയമധുര ജില്ലയിൽ ചേക്കേറിയ പ്രതീതി. അഞ്ചു വർഷത്തെ പ്രണയത്തിനിടയിൽ കിട്ടാത്ത അപൂർവ നിമിഷം അറ്റ് ദ ടോപ്പിൽ സ്വന്തമാക്കിയ ആവേശം ഷാജി മറച്ചുവെച്ചില്ല. അത്രയും മുകളിൽ ഒരു അവസരം എനിക്ക് കിട്ടത്തില്ലല്ലോ ഒന്ന് കെട്ടിപ്പിടിക്കാൻ. ലോകത്തിന്റെ നെറുകെ എന്നല്ല കെട്ടിപ്പിടിച്ചത്. ഒന്നുകൂടെ നമ്മൾ മുന്നേ സ്നേഹിച്ചാണ് കഴിച്ചത്. 5 വർഷം സ്നേഹിച്ചിട്ടാണ് കഴിച്ചത്. അപ്പം അതിന് നല്ലൊരു മുഹൂർത്തം കിട്ടിയപ്പോൾ കെട്ടി അങ്ങ് പിടിച്ചു. ബുർജ് ഖലീഫിന്റെ മുകളിൽ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും താങ്ക്സ് ടു റേഡിയോ മാംഗോ ഇത്രയും നല്ലൊരു ഇത് ഒരുക്കി തന്നതിന്. ദുബായിയുടെ ആകാശ ദൃശ്യം കണ്ട് മിഴിച്ചു നിൽക്കുന്നവർ ഒരിടത്ത്. അപൂർവ നിമിഷം ഒപ്പിയെടുത്ത് മറ്റു ചിലർ. സെൽഫിക്ക് പോസ്റ്റ് ചെയ്ത് മറ്റുള്ളവർ. വർഷങ്ങളായി ദുബായിൽ ജീവിച്ചിട്ടും ബുർജ് ഖലീഫയിലെത്താൻ കഴിയാത്തവരാണ് ഇവരിൽ പലരും. സന്തോഷമുണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവിടെ വരാൻ പറ്റുമെന്ന്. ബുർജ് ഖലീഫയുടെ മുകളിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു. ബുർജ് ഖലീഫയിലെ കാഴ്ചകളുടെ കലവറയിൽ നിന്ന് ദുബായ് മാളിന്റെ ആകർഷണത്തിലേക്ക്. ഇവിടത്തെ അക്വേറിയമായിരുന്നു ഏവരുടെയും ഹൃദയം കവർന്നത്. പാട്ടിനൊത്ത് നൃത്തം ചെയ്യുന്ന ജലധാരയായിരുന്നു മറ്റൊരു ആകർഷണം. മൂന്ന് ദിവസം കൊണ്ട് ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ വിചാരിച്ചതിനേക്കാളും കൂടുതലായിട്ട് കാണാൻ പറ്റി. പിന്നെ നമ്മുടെ ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ കണ്ടു. കൗതുക കാഴ്ചകളുടെ മായാലോകത്തിൽ മതിമറന്ന ദമ്പതികൾ പിന്നീട് ദോ ക്രൂയിസിനായി ക്രീക്കിലേക്ക്. ഇവിടെ ഇവരെ കാത്തിരുന്നത് തനൂര നൃത്തം, പപ്പറ്റ് ഷോ തുടങ്ങി
വ്യത്യസ്തമായ കലാവിരുന്നുകൾ. അലങ്കരിച്ച ബോട്ടും ഒഴുകുന്ന ഹോട്ടലും ഹരം കൊള്ളുന്ന പാട്ടുമായപ്പോൾ ഓർമ്മകളിലെ കോളേജ് കാലഘട്ടത്തിലേക്ക് പലരും ചുവടുവെച്ചു. അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൽ ഡാൻസ് ഒക്കെ കളിച്ച് അടിപൊളിയാക്കി. ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുള്ളത് ഞാൻ ഇപ്പോഴാണ്. പാട്ടെല്ലാം ഇടക്ക് പാടിത്തള്ളണ്ടതല്ലാതെ ഡാൻസ് ഒന്നും കാണിച്ച് കളിക്കില്ല. രണ്ടാം ദിവസം ആദ്യം പോയത് രാജ്യത്തിന്റെ ചരിത്രം അറിയാനായി മ്യൂസിയത്തിലേക്ക്. പിന്നീട് ജുമൈറ ബീച്ചിന്റെ വശ്യത നുകർന്ന ശേഷം മറ്റൊരു അത്ഭുതമായ പാം ഐലൻഡിലും അറ്റ്ലാന്റിസ് ഹോട്ടലിലും. ജോലിയാണ് ചെയ്തിരുന്നത് അവിടെ എത്ര ഭംഗിയുണ്ടെന്നോ അല്ലെങ്കിൽ പാമ്പ് ഇങ്ങനെ കാണാൻ ഭംഗിയുണ്ടെന്നോ അതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഞങ്ങൾ സ്ഥിരം പോയിരുന്നതാണ്. ഞങ്ങൾക്ക് മെയിൻ്റനൻസ് വർക്ക് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അലൗഡായിരുന്നു അതിൻ്റെ ഉള്ളിൽ. മറ്റേ ആർക്കും പോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഒരു അലൗഡായിരുന്നു. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത്രയും ഭംഗിയുണ്ടെന്നുള്ളത് ഇന്നലെയാണ് മനസ്സിലാവുന്നത്. കടൽ കാഴ്ചകളോട് വിട പറഞ്ഞ് മരുഭൂമിയിലേക്കായിരുന്നു അടുത്ത യാത്ര. ഡെസേർട്ട് സഫാരിയും ഒട്ടക സവാരിയും പലർക്കും പുതിയ അനുഭവമായിരുന്നു. ത്രിദിന സന്ദർശനത്തിന്റെ അനുഭവം ശ്രോതാക്കളുമായി പങ്കുവച്ച് റേഡിയോ മാംഗോ സ്റ്റുഡിയോയിലും അവർ താരമായി. സ്വർഗീയ നിമിഷം സമ്മാനിച്ച റേഡിയോ മാംഗോയ്ക്ക് നന്ദി പറയാൻ വാക്കുകൾ മതിയായില്ല പലർക്കും. മാംഗോയിലൂടെ ഒരു അവസരം കിട്ടിയെന്ന് പറയുമ്പോൾ സന്തോഷം. നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വാക്കാണ് മാമ്പഴം. മാംഗോ ഒരു ഗൃഹാതിരത്വത്തിൻ്റെ ഒക്കെ ഒരു വാക്കാണ്. അപ്പം അതിലൂടെ തന്നെ ഒരു ചാൻസ് കിട്ടിയെന്ന് പറയുമ്പോൾ ദൈവാനുഗ്രഹം. നമുക്ക് കറക്റ്റായിട്ട് എല്ലാം ടൈം ടു ടൈം എല്ലായിടത്തും എത്താനും പറ്റി, എല്ലാം കറക്റ്റ് ടൈമിൽ കാണാനും പറ്റി. ഇതിപ്പോൾ 1 മന്തോ 3 മന്ത്സോ വന്നാൽ പോലും നമുക്ക് ഇതെല്ലാം കവർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് പ്രത്യേകം നന്ദി പറയണം റേഡിയോ മാംഗോയോട്. ലേബർ ക്യാമ്പിലെ ബങ്ക് ബെഡിൽ പരിമിതിയുടെ ലോകത്ത് ജീവിക്കുകയായിരുന്ന രാജേഷിനെയും പ്രതീക്ഷയുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചാനയിക്കുകയായിരുന്നു റേഡിയോ മാംഗോ. 1 വർഷത്തെ ശമ്പള കുടിശ്ശികയിൽ നട്ടം തിരിയുകയായിരുന്നു യുവാവ്. നടക്കാത്ത സ്വപ്നങ്ങൾ കാണാറില്ലെന്നാണ് രാജേഷും അഞ്ജലിയും പ്രതികരിച്ചത്. നമ്മൾ സ്വപ്നം കണ്ടിട്ടില്ല. കാരണം നമുക്ക് നമ്മൾ അങ്ങനത്തെ ഒരു അത്യാഗ്രഹം എന്നുള്ള രീതിയിൽ നമുക്കില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ വരെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല കിട്ടുന്ന. അതേപോലെ തന്നെയായിരുന്നു ഞാൻ മുന്നോട്ട് വരുന്നത്. കിട്ടണമെങ്കിൽ കിട്ടട്ടെ. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഭാഗ്യം നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ദുബായിക്ക് വരുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ ജീവിക്കുന്ന കാരണം അത് നടക്കുമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു ഓഫർ കിട്ടും 3 ദിവസം ഒന്ന് വന്ന് കാണാൻ ദുബായി എന്താണെന്നറിയാം. നമുക്ക് സന്തോഷം അതുകൊണ്ട്. തിരിച്ചുപോക്കിന് മുൻപ് റേഡിയോ മാംഗോയുടെ സൗഹൃദ തണലിൽ കൂട്ടുകുടുംബത്തിന്റെ ഒരുമയോടെ മധുരം പങ്കുവച്ചു. മൂന്ന് ദിവസം കൊണ്ട് 1 മാസത്തെ കാഴ്ചകൾ കാണാൻ സാധിച്ചെന്ന് ഹക്കീം. 3 ദിവസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 മാസത്തെ അനുഭവം എന്ന് പറഞ്ഞപ്പോൾ വിസിറ്റിന് കൊണ്ടുവരാണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയില്ല ഇത്രയും ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഒടുവിൽ വിട പറയുമ്പോഴുള്ള വിതുമ്പൽ. വിത്ത് ലവ് ഫ്രം ഇന്ത്യയിലൂടെ മധുര മാമ്പഴക്കാലം സമ്മാനിച്ച റേഡിയോ മാംഗോയ്ക്ക് നന്ദി പറഞ്ഞ് അവർ യാത്രയായി. ഒരുപിടി നല്ല ഓർമ്മകളുമായി.